ഇത് ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ആദ്യമായിട്ട് ഇവിടുത്തെ അമ്മയാട്ടാ, എൻ്റെ കാക്കാൻ്റെ അമ്മയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു. അത് ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് തേങ്ങ ഇതേമാതിരി ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ, ഫ്രീസറിൽ തേങ്ങ വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇങ്ങനെ തേങ്ങ എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ കഷ്ണങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അതെല്ലാം കൂടി എടുത്തിട്ട് തേങ്ങാപ്പാൽ അടിച്ചിട്ടുണ്ട്. ആ തേങ്ങാപ്പാൽ കൊണ്ട് നമുക്ക് ഓട്സൊക്കെ വെച്ചിട്ട് ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനത് എന്തൊക്കെയാണ് അതിലേക്ക് വേണ്ടതെന്ന് ഞാൻ പയ്യെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാൽ തന്നെയാണ്. സോറി, കുറച്ച് പഞ്ചസാര അതിലേക്ക് വീണ് പോയിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഇത് ഞാൻ ഒരു തേങ്ങൻ്റെ പാൽ എടുത്തിട്ടുണ്ട്. 1, 2, 3 പാലെടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യം പിഴിഞ്ഞ പാലും കൂടിയാണിത്. പിന്നെ പഞ്ചസാരയും ഉപ്പും ഏലക്കായ്പ്പൊടിയും ഇതൊക്കെ വേണം, ഓട്സും വേണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തീ കത്തിച്ച് കൊടുക്കാം. 1 കിലോ ഓട്സാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 1 ലിറ്റർ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 1, 2, 3 പാൽ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളതെന്ന്. പാൽ വേണമെങ്കിൽ അതും പാർന്നു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഓട്സ് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 കിലോ ഓട്സാണ്. അപ്പോൾ ഈ സമയത്ത് തീ ചുരുക്കി വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. കൈ കൊണ്ടാണെങ്കിലും വേഗം യോജിപ്പിച്ച് കൊടുക്കണം, കട്ട കെട്ടാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയണത്. പിന്നെ ഇതിലേക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കണ അത്ര ഒരു ഇതല്ല. ടേസ്റ്റിന് നമ്മൾ ഏതായാലും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കുമല്ലോ. പാൽ വേണമെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വലിയൊരു തേങ്ങൻ്റെ പാലുണ്ട് കേട്ടോ. 2ാം പാലും 3ാം പാലൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറേശ്ശല്ലേ എടുക്കുള്ളൂ, കൂടുതലായിട്ട് വെള്ളം ഒഴിക്കാതെയാണ് എടുക്കുക. ഇത് ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ആദ്യമായിട്ട് ഇവിടുത്തെ അമ്മയാട്ടാ, എൻ്റെ കാക്കാൻ്റെ അമ്മയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു അത് ആരുടെ ഉമ്മയാണെന്ന്. ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ടായിരുന്നു. അപ്പോൾ അത് കാക്കാൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മയാണ് ഇത് ഫസ്റ്റായിട്ട് ഇത് കണ്ടുപിടിച്ചത്. കണ്ടുപിടിക്കുക വെച്ചാൽ നമ്മളെങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്ന് പറഞ്ഞ് ഇമ്മൊന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു താഴേക്ക്, ഞങ്ങളടുത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ 1/2 ലിറ്ററും കൂടി വെള്ളം അത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇപ്പോൾ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ഓട്സ് വേണമല്ലോ, എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് വേവും. ഒന്നുണ്ട് തിളച്ച് ജസ്റ്റ് ഒന്ന് ആയതിൻ്റെ ശേഷം നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുക. പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം, മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കളറൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കുക. കളർ ചേർത്താലേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരു കളറ്, ഏത് കളറാണ് നിങ്ങളെ കയ്യിലുള്ളത് വെച്ചാൽ ആ കളർ ചേർത്ത് കൊടുക്കുക. ഇമ്മ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് കൊടുത്തയച്ചിരുന്നത് പിന്നെ അലുവ പോലെ ആയിരുന്നു. ഞാനത് ഉരുട്ടിക്കാണ്ട് ലഡു പോലെ ആക്കി. പക്ഷേ അതും ഒരു ടേസ്റ്റ് ഉണ്ട്, അലുവ പോലത്തെയും. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കാണാൻ ഒന്ന് ഉരുണ്ട് കൊണ്ട് നിൽക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കുമല്ലോ കാണാൻ. അപ്പം ഞാൻ അങ്ങനെ ലഡു ആക്കി മാറ്റി. അപ്പം ഉണ്ട് ഞാൻ ഇതൊന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണം, നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു.
ഇനി പഞ്ചസാരയും ഏലക്കായ്പ്പൊടി 3 ഏലക്കായിൻ്റെ പൊടിയാണ്, ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മധുരം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിങ്ങനെ കുറുകി വരുമ്പോൾ ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ലൂസായി വരും. അപ്പോൾ ആദ്യം തന്നെ മധുരം ഇട്ടാൽ വേഗം പ്രയാസമായിട്ടാണ് ഞാൻ ആദ്യം തന്നെ മധുരം ഇടാൻ. മധുരം ഇടാന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം കുറവാണ്. ഓട്സ് കൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കിയിരുന്നു. പുട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഇതേമാതിരി പുട്ടുണ്ടാക്കിയിരുന്നു ഓട്സായിട്ട്. ഞാൻ വെറുതെ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് പുട്ട്. ഇപ്പോൾ തീ ചുരുക്കി കൊടുത്തിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കണം. അപ്പോൾ ഞാൻ ഇതുവരെ മരത്തിൻ്റെ ചട്ടകമായിരുന്നു നിർത്തിയിരുന്നത്. ഇപ്പോൾ കുറച്ച് ടൈറ്റായി വരുമല്ലോ, അപ്പോൾ ഞാൻ ചട്ടകം മാറ്റിയതാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് നെയ്യിന് ബദൽ ഡാൽഡ എന്താ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. ഞാൻ ഡാൽഡ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ ഇതേമാതിരി ഡാൽഡ ഇട്ടുണ്ടാക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഡാൽഡ യൂസ് ചെയ്യലില്ല പറഞ്ഞിട്ട് എങ്ങനെ ഡാൽഡ യൂസ് ചെയ്തു. പക്ഷേ ചില പലഹാരങ്ങൾക്ക്, അത് തമിഴ്നാട്ടിലെ പലഹാരമാണ്, ചില പലഹാരങ്ങൾക്ക് നമുക്ക് ഡാൽഡ തന്നെ അത് യൂസ് ചെയ്യണേക്ക് അത് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഇത് 4 ഭാഗമാക്കി മാറ്റാനാണ് പോണത്. 4 കളറിൽ ചെയ്തെടുക്കുക. അപ്പോൾ അത് എന്താ വെച്ചാൽ വെന്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറുക്കിയെടുക്കുക വേണ്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ഇതിലേക്ക് ഞാൻ റെഡ് കളർ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇത്രയും ഇതിക്ക് ആകെ 200 ഗ്രാം നെയ്യ് ഇട്ടിട്ടുള്ളൂ. നെയ്യൊന്നും വളരെ കൂടുതലൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇനി നല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും ചെയ്യാം. ഇങ്ങനെ ഞാൻ കംപ്ലീറ്റും കളറുകളും മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ 5 കളറ് ലഡും ഇവിടെ റെഡി ആയിട്ട്. ഇത് നീലാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ട് ഇട്ടോ. പക്ഷേ ഇത് കളർ ഉണ്ടാക്കി വരുമ്പോൾ നീല കളറൊന്നുമല്ല, എന്തോ ഒരു മറൂണ് പോലെ എന്തൊക്കെയോ പോലെ ഒരു കളറ് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കളർ ചേർക്കാതെ റെഡിയാക്കിയതാട്ടാ. അതിപ്പോൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇത് ലാസ്റ്റ് പച്ച ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ കുറച്ചൊരു പച്ച ഭാഗം പിടിച്ചിട്ടുണ്ട്. അത് ചട്ടകത്തുമ്പോൾ ആയതാണ്, അത് കുഴപ്പമില്ല. പിന്നെ നെയ്യ് ഇത് വറുത്തെടുത്ത അണ്ടി പരിപ്പ് മുന്തിരിയും വറുത്തെടുത്ത നെയ്യാണ്. അപ്പോൾ ആ നെയ്യ് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ എണ്ണ ജസ്റ്റ് നെയ്യ് തടവിയിട്ടുണ്ട്. ഇതേമാതിരി നമുക്ക് ഓരോന്നും ഉരുളുണ്ടാക്കി വെക്കാം. അപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ ഉമ്മ ഉണ്ടാക്കിയിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമുക്ക് റെഡിയായി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കടിക്കുമല്ലോ, നമുക്ക് കഴിക്കുമ്പോൾ കിട്ടിക്കോളും. അപ്പോൾ എങ്ങനെ ആണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ നെയ്യ് നമ്മളെ കയ്യിൽ തടവി കൊടുത്താൽ മതി. പിന്നെ ഇതിൽ നിങ്ങൾ കൂടുതൽ ഒഴിച്ചെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് തടവി കൊടുക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാവും. ഞാൻ കുറച്ച് നെയ്യാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, കുറച്ച് നെയ്യ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറേശ്ശെ നെയ്യ് എടുക്കാവുമ്പോൾ നമുക്ക് ഇതേപോലെ തടവി കൊടുക്കേണ്ടി വരും ഓരോന്നായിട്ട്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പഞ്ചസാരയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഇത് വലിയ മധുരമില്ല, കുറേശ്ശെ ഒരു മധുരമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാ കളറൊന്ന് റെഡിയാക്കി എടുക്കാം. ഇന്നിപ്പോൾ എൻ്റെ എളാപ്പാൻ്റെ മകന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നും എല്ലാവർക്കും കംപ്ലൈൻ്റ് ആണ്, ഇത് ഉണ്ടാക്കുമ്പോൾ ആരും വിളിച്ചില്ല എന്ന് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ അവനോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരും. വന്നാണ് അവനൊന്ന് ടേസ്റ്റ് ചെയ്ത് കണ്ട് അഭിപ്രായം പറയാം കേട്ടെ. ഇപ്പോൾ ഏത് മോഡലിലാണ് വേണ്ടിച്ചാൽ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെയാണ് ചെയ്യുക. ഞാനിപ്പോൾ റോളായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ കംപ്ലീറ്റ് ഉരുട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളെ ഓട്സിൻ്റെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 കളറ് ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് എല്ലാ ഭാഗങ്ങളും കൂടി എടുത്തിട്ട് ഒരു കേക്ക് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യട്ടോ. ഏത് മോഡലാണ് വേണ്ടിച്ചാൽ ആ മോഡലിലൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോരും. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് നല്ല പാലുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നെയ്യ് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേറെ നെയ്യ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞങ്ങൾക്ക് അധികം അത്ര നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.